അച്ചപ്പം ഫാൻസ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. നിങ്ങൾക്കും ഈസി ആയിട്ട് തന്നെ അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നല്ല മൊരിഞ്ഞിട്ടുള്ള കറുമുറ അച്ചപ്പം തന്നെ നമുക്ക് വീട്ടിൽ നൈസായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പച്ചരി അരച്ചിട്ടും നമുക്ക് ഈ ഒരു അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാനിവിടെ സിമ്പിളായിട്ട് അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു കപ്പ് നല്ല കട്ടിയുള്ള ഒന്നാം പാൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിന് പകരം നിങ്ങൾക്ക് രണ്ടാം പാൽ ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാരയും 2 നുള്ളു ഉപ്പും ചേർത്തിട്ട് ഒരു അരമിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് 1/2 കപ്പ് നല്ല വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന അതെടുക്കാം കേട്ടോ. ഒരു 1/2 കപ്പാണ്. അതൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് നമുക്ക് കിട്ടുക. ഇത് ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരു 10-15 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. പിന്നെ അതിലേക്ക് ഒരു 3/4 ടീസ്പൂണ് എള്ള് ചേർത്ത് കൊടുക്കുക കേട്ടോ. കറുത്ത എള്ള് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അച്ചപ്പം ഉണ്ടാക്കുന്ന അച്ചെടുത്തിട്ട് നല്ല തിളച്ച വെളിച്ചെണ്ണയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായി വരണം. ഓവർ ചൂടാവേണ്ട കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. എണ്ണ നന്നായിട്ട് ചൂടാവുകയും വേണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാനും പറ്റുള്ളൂ. പെട്ടെന്ന് കരിഞ്ഞു പോകും, നൈസായിട്ടുള്ളതല്ലേ. പിന്നെ ഓരോ തവണ അത് അച്ചപ്പം ഇതിലേക്ക് മുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അരിപ്പൊടി അടിയിൽ അങ്ങനെ പോയി കിടക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ചൂടായ അച്ച് ആ മാവിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് ആക്കി കൊടുക്കുക. നല്ല മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെളിച്ചെണ്ണ വേണം കേട്ടോ. വെളിച്ചെണ്ണയിൽ ചെയ്യുകയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് അടുത്തത് മുക്കുന്നതിന് മുന്നേ വീണ്ടും ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ അച്ച് ചൂടാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അച്ച് നിങ്ങൾ കുറേ കാലമായിട്ട് യൂസ് ചെയ്യാത്ത അച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ടു പോരാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിലുള്ള ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കുറച്ച് പുളിവെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഈ ഒരു അച്ചിട്ട് വെച്ച് ആ ചൂടിൽ കിടക്കുക. ആ ചൂടൊക്കെ ആറിയതിന് ശേഷം എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ തടവി മാറ്റി വെക്കുക. തലേ ദിവസം തന്നെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. കുറേ ആയിട്ട് യൂസ് ചെയ്യാത്ത അച്ചൊക്കെ ആണെന്നില്ല. പിന്നെ ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ അച്ചൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ല. എൻ്റേത് ഇതുപോലെ ഒരു അലുമിനിയം ടൈപ്പിലുള്ള അച്ചാണ്. അപ്പോൾ അത് അങ്ങനെ യൂസ് ചെയ്യാതെ ഇരുന്നാൽ ഞാൻ അങ്ങനെയായിട്ട് ചെയ്യൽ ഒട്ടി പിടിക്കുന്ന അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാം ഇതുപോലെ അങ്ങ് ചുട്ടെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. ഈ ഒരു കളറാകുമ്പോൾ തന്നെ എടുക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ബോട്ടിലാക്കിയിട്ട് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള മൊരിഞ്ഞ ടേസ്റ്റി ആയിട്ടുള്ള അച്ചപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിലുണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതുവരെ അച്ചപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവരോ അല്ലെങ്കിൽ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ. Thank you.